നമ്മൾ ഈ സിനിമയിലും സ്വപ്നങ്ങളിലും കാണുന്ന കാര്യങ്ങൾ റിയാലിറ്റിയിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിൽ നടന്നിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇനി ഏലിയൻസിന്റെ കാര്യം എടുത്താലോ, ഏലിയൻസ് നമ്മളെ കൂടെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ? ഇനി എക്സിസ്റ്റിംഗ് ആണോ? ഹലോ എവ്രിവൺ, യുവേഴ്സ് അക്കാഡമി മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്നത് സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ അടുത്തിടയിൽ 2 മൂവീസ് ഇറങ്ങിയിട്ടുണ്ട് സയൻസ് ഫിക്ഷൻ ജോൺറയിൽ. ഏതൊക്കെയാ? ഗഗനാചാരിയും കൽക്കി 2898 AD. ഇത് രണ്ടും ഒരു സയൻസ് ഫിക്ഷനും പോസ്റ്റ് അപ്പോക്ലിപ്റ്റിക് വേൾഡിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഈ സയൻസ് ഫിക്ഷൻ ജോൺറ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരിക്കലും നടക്കാത്ത ഒരു സംഭവം എന്നാണ് പറയുന്നത്. അപ്പോ 2 കാര്യങ്ങൾ, ഈ 2 മൂവീസ് എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ ഞാൻ പറയാം. നമ്മുടെ ഗഗനാചാരി ഏലിയൻസ് വരുന്നു, ഏലിയൻസ് നമ്മളെ കൂടെ വസിക്കുന്നു എന്ന് പറയുന്നു. സി ആഫ്റ്റർ മേ ബി 100 years അതൊരു സയൻസ് ഫിക്ഷൻ അല്ല, മേ ബി ഇറ്റ് മേ ബിക്കം എ റിയാലിറ്റി. ഓക്കെ, അങ്ങനത്തെ പല സന്ദർഭങ്ങളും അങ്ങനത്തെ പല സയൻസ് ഫിക്ഷൻ സ്റ്റോറീസും ഈ വേൾഡിൽ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഗഗനാചാരിയിൽ ഒരു ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു AI ബോട്ട് ഉണ്ട്. ഈ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? ഒരു AI ബോട്ട് ഉണ്ട്. ആ AI ബോട്ട് ഇപ്പോ മേ ബി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ ബി എ റിയാലിറ്റി. 10 വർഷം വേണ്ട, ഒരു 2 ചിലപ്പോ 3 വർഷം, ചിലപ്പോ 1 വർഷം, ഈ ഒരു അടുത്തിടയിൽ ഈ ഒരു ഡെക്കേഡിൽ തന്നെ ഇത് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഓക്കെ, ഹൈലി നല്ലൊരു AI ബോട്ട് ലൈക്ക് ജാർവിസ്. ഇതുപോലത്തെ AI ബോട്ട് നമുക്ക് പല മൂവീസിലും ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അടുത്ത് കൽക്കിയില് ഒരു 2800 കാലഘട്ടം, അതായത് ഇന്നേക്ക് 800 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പൊ അതില് സ്പേസ്ഷിപ്സ് അല്ലാതെ കാർസ്, AI കൺട്രോൾഡ് ആയിട്ടുള്ള കാർസ്, ഒരു AI കൺട്രോൾഡ് ആയിട്ടുള്ള പല വെഹിക്കിൾസ്, പിന്നെ പല വെപ്പൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് കൽക്കിയിൽ കാണാൻ പറ്റും. ഇതെല്ലാം ഫ്യൂച്ചറിൽ കാണാൻ പറ്റും, ഇതെല്ലാം ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഞാനും ആ സിനിമ കണ്ടപ്പോൾ ചോദിച്ച കാര്യങ്ങളാണ്. ഇനി വന്നാലോ മേ ബി ഒരു 800 വർഷം കഴിയണ്ട, ചിലപ്പോൾ ഒരു 500, ചിലപ്പോൾ ഒരു 100 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം ഒരു റിയാലിറ്റി ആവാൻ മാറാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ വേൾഡ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെല്ലാം സിനിമയിൽ കാണുന്നതല്ലേ, ഇതെല്ലാം റിയാലിറ്റിയിലാവാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. കഴിഞ്ഞ ഒരു 50 അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പ് വരെയുള്ള എല്ലാ സിനിമയാസ് അല്ലെങ്കിൽ ലിറ്ററേച്ചേഴ്സ്, സ്റ്റോറീസ്, നോവൽസ്, ഇതെല്ലാം പല കാര്യങ്ങളും പല കാര്യം പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും സത്യമായിട്ടുണ്ട്, പല കാര്യങ്ങളും സത്യമായിട്ടില്ല. ഇനി ചിലപ്പോൾ സത്യമാവാം, അത് ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് അത് സത്യമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺസ്. ആ മൊബൈൽ ഫോൺസ് തന്നെ 1966 സ്റ്റാർ ട്രെക്ക്, അതായത് ഇപ്പോഴത്തെ സ്റ്റാർ ട്രെക്ക് അല്ല, നമുക്ക് ഇപ്പൊ ഈ ഡെക്കേഡിലെ സ്റ്റാർ ട്രെക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതല്ല, 1966 പുറത്തിറങ്ങിയിട്ടുള്ള സീരീസ് സ്റ്റാർ ട്രെക്കില് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മൊബൈൽ ഫോൺസിന്റെ ഒരു ഐഡിയ, ലൈക്ക് ഇറ്റ്സ് കോൾഡ് കമ്മ്യൂണിക്കേറ്റർ. അത് ഷിപ്പിലുള്ള പല അല്ലെങ്കിൽ എവിടെ പോയാലും അത് അവിടുത്തെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ മൊബൈൽ ഫോൺ, കോൾ ചെയ്യാൻ വേണ്ടി. ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് മോട്ടറോള ഉണ്ടാക്കിയതാണ് മൊബൈൽ ഫോൺസ്, വയർലെസ് മൊബൈൽ ഫോൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കോൾ ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും വീഡിയോ കോൾ ചെയ്യും. ആ വീഡിയോ കോളും എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ ടോപ്പിക് ആയിരുന്നു അതുണ്ടാവുന്നവരെ. 1911 a book called A Romance of the Year 2660 വീഡിയോ കോൾ, അതായത് അവർ തമ്മിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് തമ്മിൽ കണ്ട് സംസാരിക്കുന്ന ഒരു ഡിവൈസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് വാസ് എ സയൻസ് ഫിക്ഷൻ ടോപ്പിക് ഇൻ 1911. അത് ഇപ്പോ 2000 സെഞ്ചുറി, 21st സെഞ്ചുറിയിൽ അതൊരു സയൻസ് ആയി മാറി. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് Earbuds was also a science fiction topic which was later we see നമുക്കിപ്പോ അത് ഒരു റിയാലിറ്റി ആയി മാറി. Earbuds is now a reality. ഇതിപ്പം 3 കാര്യങ്ങളും ഫോണുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ആണ്. ദാറ്റ് ഇസ് ഓട്ടോണമസ് കാർസ്. ജെയിംസ് ബോണ്ട് സിനിമയില് ടുമോറോ നെവർ ഡൈസ് എന്ന സിനിമയിൽ ജെയിംസ് ബോണ്ട് തന്റെ ഫോണുമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് തന്റെ കാർ. ദാറ്റ് ഈസ് എൻ ഓട്ടോണമസ് കാർ. ആ സയൻസ് ഫിക്ഷൻ ടോപ്പിക് ആണ്. ആ സമയത്ത് ഇത് ഒരിക്കലും നടക്കാത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും. ഇത് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ബട്ട് റൈറ്റ് നൗ we have autonomous cars. അതാണ് നമ്മളെ കാലം പോകുന്ന പോക്ക്. That's why I said what we see right now, നമ്മളിപ്പോ മൂവീസിൽ എന്താണ് കാണുന്നത്? ഫോർ എക്സാമ്പിൾ കൽക്കി എന്ന മൂവി ആയാലും ഗഗനാചാരി എന്ന മൂവി ആയാലും അങ്ങനത്തെ പല മൂവീസിലും നമ്മൾ ഇപ്പൊ കാണുന്ന സയൻസ് ഫിക്ഷൻ കാര്യങ്ങൾ ചിലപ്പോ ഒരു 30, 40, ചിലപ്പോ ഒരു 100 വർഷം കഴിയുമ്പോൾ അത് സത്യമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ
അങ്ങനെയാണ് നമ്മളെ വേൾഡ് വളർന്നുകൊണ്ട് പോകുന്നത്, അങ്ങനെയാണ് നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ട് പോകുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ 1982 ഇറങ്ങിയ ട്രോൺ എന്ന് പറഞ്ഞ മൂവിയാണ്. ട്രോൺ എന്ന് പറഞ്ഞ മൂവി എന്താണ് കാണിക്കുന്നത്? വെർച്വൽ റിയാലിറ്റി. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇമേഴ്സീവ് ഗെയിം പ്ലേ ആണ് അതിൽ കാണിക്കുന്നത്. അതായത് തന്റെ ഗോഗിൾസിലേക്ക് വെച്ചിട്ട് ഹീസ് പ്ലേയിങ് എ ഗെയിം. അതിപ്പോ സയൻസ് ആണോ അത് സയൻസ് ഫിക്ഷൻ ആണോ നിങ്ങൾക്ക് എല്ലാം അറിയാം. ദാറ്റ് ഈസ് എ സയൻസ് റൈറ്റ് നൗ. വെർച്വൽ റിയാലിറ്റി ഗോഗിൾസ് അല്ലെങ്കിൽ VR കോൺസോൾസ് ആർ എ തിങ് റൈറ്റ് നൗ. അതിപ്പോ ആപ്പിൾ വരെ ഇറക്കിയ ഒരു സംഭവമാണ് ആപ്പിൾ വിഷൻ പ്രോ. ദാറ്റ് വാസ് സംതിങ് വിച്ച് വാസ് സയൻസ് ഫിക്ഷൻ 30 years ബിഫോർ. 30 വർഷം മുമ്പ് സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് വെർച്വൽ റിയാലിറ്റി. ബട്ട് ലുക്ക് അറ്റ് റൈറ്റ് നൗ. ആ ഒരു സംഭവം നമ്മൾ പലരും ഇപ്പം കളിക്കുന്നുണ്ട്. വെർച്വൽ റിയാലിറ്റിയിൽ നമ്മൾ കളിക്കുന്നുണ്ട്, നമ്മൾ സോംബി ഗെയിംസ് കളിക്കുന്നുണ്ട്, നമ്മൾ ബീറ്റ് സേവർ ഗെയിം കളിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പല ഗെയിംസ് നമ്മൾ ആക്ച്വലി ഇപ്പം കളിക്കുന്നുണ്ട്. അതെല്ലാം ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ ആയിരുന്നു. വെർച്വൽ റിയാലിറ്റി മാത്രമല്ല, ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇനി ഒരു 5 വർഷം 10 വർഷത്തിന്റെ അകത്ത് ഐ ബിലീവ് ദാറ്റ് റെഡി പ്ലെയർ 1 എന്ന് പറഞ്ഞ ഒരു മൂവിയെ പോലെ ഞാനും നമ്മളെല്ലാവരും അങ്ങനത്തെ ഗെയിം കളിക്കും. ബിക്കോസ് അങ്ങനെയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ കാര്യം പറയുവാണെങ്കിൽ പറയണ്ടല്ലോ. ഒരു 10 വർഷം മുമ്പുള്ള ഗ്രാഫിക്സും ഇപ്പോഴത്തെ ഗ്രാഫിക്സും ഇറ്റ് ഈസ് എ വെരി വൈഡ് ഡിഫറൻസ്. അതിന്റെ ഡിഫറൻസേ നമുക്ക് കാണാൻ പറ്റും ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ. ഇനി അടുത്ത വർഷം GTA 6 ഇറങ്ങാൻ പോകുന്നു, അതിന്റെ ഗ്രാഫിക്സ് നമുക്ക് കണ്ടറിയാം. അതുപോലെ ഒരു 5 വർഷം കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞ് ഐ ബിലീവ് ദാറ്റ് വെർച്വൽ റിയാലിറ്റി ഗെയിംസ് എല്ലാം മെയിൻ സ്കെയിൽ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും, എല്ലാവർക്കും മേടിക്കാൻ പറ്റും. അത് കുറച്ചും കൂടെ വില കുറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തെന്ന് പറയുമ്പോൾ 1965 ഇറങ്ങിയ ഡൂൺ എന്ന് പറഞ്ഞ നോവലിലെ ഹണ്ടർ സീക്കർ ഡ്രോൺസ് ആ ഒരു കാലഘട്ടത്തിൽ അതൊരു സയൻസ് ഫിക്ഷൻ ആയിരുന്നു. ബട്ട് ഇപ്പോഴോ റൈറ്റ് നൗ വി ഹാവ് ഡിഫറെന്റ് വെറൈറ്റി കൈൻഡ്സ് ഓഫ് ഡ്രോൺസ് ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, ഈവൻ അഗ്രികൾച്ചറിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോൺസ് ഇപ്പോൾ ഉണ്ട്. വൈ? ബിക്കോസ് ഓഫ് ഇമാജിനേഷൻ. ബിക്കോസ് വെൻ വി സോ ദാറ്റ്, നമ്മളത് കണ്ടപ്പോ അതൊരിക്കലും നടക്കത്തില്ല. പക്ഷെ ആരോ മനസ്സിൽ തോന്നി എന്തുകൊണ്ട് നടന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം വന്നു. എന്തുകൊണ്ട് നടന്നു. ദാറ്റ് ഈസ് ഹൗ ടെക്നോളജീസ് ആർ മെയ്ഡ്. ഇങ്ങനെയാണ് ടെക്നോളജീസ് ഉണ്ടാകപ്പെടുന്നത്. ത്രൂ ഇമാജിനേഷൻസ്, ത്രൂ ക്രിയേറ്റിവിറ്റി. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മൂവീസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും നടക്കത്തില്ല എന്ന് നമ്മൾ എഴുതി തള്ളിയ കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ട്. ഈവൻ ടൈം ട്രാവൽ വരെ നമ്മൾ പറയുന്നുണ്ട് ടൈം ട്രാവൽ നടക്കത്തില്ല. പല മൂവീസിലും പല രീതിയിലുള്ള ടൈം ട്രാവൽ ഉണ്ട്. ഇപ്പം ബാക്ക് ടു ദ ഫ്യൂച്ചർ തൊട്ട് ഇപ്പൊ ഇറങ്ങിയ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഇറങ്ങിയ പല മൂവീസിലും ടൈം ട്രാവൽ നടക്കുന്നുണ്ട്. ഇപ്പം ഡോക്ടർ ഹു അങ്ങനത്തെ പോലത്തെ സീരീസിലും ടൈം ട്രാവൽ നടക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ സയൻസ് ഫിക്ഷൻ ടോപ്പിക്. ഇപ്പൊ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു 100 വർഷം കഴിഞ്ഞിട്ട് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയാലോ? ഇപ്പൊ തന്നെ സയന്റിസ്റ്റ് അത് സീരിയസ് ആയിട്ട് എടുത്തു. ദേ ആർ തിങ്കിങ് വൈ നോട്ട് ടൈം ട്രാവൽ നടന്നാലോ? കാരണം ജനറൽ റിലേറ്റിവിറ്റി പറയുന്നത് പറഞ്ഞാൽ there is a wrap in time. എന്തുകൊണ്ട് ടൈമിൽ റാപ്പ് നടന്നുകൂടാ? ടൈമിൽ പൊസിഷൻ എന്തുകൊണ്ട് മാറ്റിക്കൂടാ? ജനറൽ റിലേറ്റിവിറ്റി ചെറുതായിട്ട് നമുക്ക് ആ ഒരു ഹിന്റ് തരുന്നുണ്ട്. ഈവൻ സ്റ്റീഫൻ ഹോക്കിംഗ് വരെ പറഞ്ഞൊരു കാര്യമാണ്. സയൻസ് ഫിക്ഷൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ എന്തീസിയാസ്റ്റ് ഹോപ്പ് വിടേണ്ട ചിലപ്പോ ടൈം ട്രാവൽ നടക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞത് തീർച്ചയായും ടൈം ട്രാവൽ നടക്കുമെന്നല്ല, പക്ഷെ അതൊരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റി ചിലപ്പോൾ നടത്തിയാലോ? ദാറ്റ് ഇസ് എ പവർ ഓഫ് ഹ്യൂമൻസ്. അങ്ങനത്തെ പല എക്സാമ്പിൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മൊബൈൽ ഫോൺ തൊട്ട് വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഡ്രോൺസ്, ഓട്ടോണമസ് കാർസ്, ഇങ്ങനത്തെ പല ഡിഫറെന്റ് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളെ ഒരു കഴിഞ്ഞ 100 വർഷത്തിൽ പറയുകയാണെങ്കിൽ പല ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ട്. വെർച്വൽ റിയാലിറ്റി ആയാലും ഓഗ്മെന്റഡ് റിയാലിറ്റി ആയാലും ഡ്രോൺസ് ആയാലും എന്ത്. ഇപ്പൊ കൽക്കി എന്ന് പറഞ്ഞ മൂവിയിൽ തന്നെ ഉണ്ട് ഒരു ഡ്രോൺ. കൽക്കി എന്ന് പറയുന്ന ഒരു മൂവിയിൽ തന്നെ ഉണ്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു സിറ്റി. ആ സിറ്റി എന്തുകൊണ്ടായിക്കൂടാ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ? ഒരു AI ബോട്ട് എന്തുകൊണ്ടായിക്കോട്ടെ? ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള AI ബോട്ട് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? നമുക്ക് വി ഹാവ് ദ ടെക്നോളജി റൈറ്റ് നൗ. അത് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ളൊരു ചോദ്യം കാരണമാണ് ഇതുവരെ എല്ലാ ടെക്നോളജീസും ഉണ്ടായത്. ഓക്കെ, ഇനി കൽക്കി മാത്രമല്ലല്ലോ, ഗഗനാചാരി ഇല്ലേ? ഗഗനാചാരി എന്ന് പറയുമ്പോൾ നമ്മളെ ഏലിയൻസിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഒരു സ്കെപ്റ്റിക്കൽ ആണ്. ഏലിയൻസ് ഇല്ല, ഏലിയൻസ് ഉണ്ട്, ഏലിയൻസ് ഇല്ല. സി ഇറ്റ്സ് ഓൾ എ കോൺസെപ്റ്റ്. ചിലർ പറയും ദൈവമുണ്ട്, ചിലരുണ്ട് ദൈവമില്ല. ഏതാ ശരി? ആരും ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ പക്ഷെ ദൈവത്തിന്റെ പ്രസൻസ് ചിലവർക്ക് അറിയാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏലിയൻസും. ചിലവർ പറയുന്ന ഏലിയൻസ് ഇല്ല, ഏലിയൻസ് ഉണ്ടാവത്തില്ല. ചിലവർ പറയുന്ന ഏലിയൻസിന്റെ പ്രസൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ്. അതെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ടില്ല ഏലിയൻസിനെ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ കാണുന്ന കാര്യം മാത്രം വിശ്വസിക്കുന്നു പറഞ്ഞാൽ I don't believe in such. ബട്ട് ഒരു 10 വർഷം കഴിയുമ്പോ, അല്ലെങ്കിൽ വേണ്ട 10 വർഷം, ഈ 10 വർഷത്തിന്റെ ഇടയിൽ ഏത് ഏലിയൻ വരാനാ? ശരി, ഓക്കെ, ഒരു 200 വർഷം കഴിയുമ്പോ എന്തുകൊണ്ട് ഒരു ഏലിയൻ വന്നുകൂടാ? ഒരു ഏലിയൻ ഇൻവേഷനോ? അല്ലെങ്കിൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു, ഏലിയൻ വന്നിട്ട് ഏലിയൻ വംശനാശം വെച്ചാൽ മേ ബി ഇൻവേഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വരാം, പക്ഷെ ഏലിയന് തിരിച്ചു പണി കൊടുത്ത് നമുക്ക് വിടാനും പറ്റും. അങ്ങനെ നടക്കാം. നമുക്ക് ഫ്യൂച്ചർ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. മേ ബി ഇതൊന്നും അല്ലാതെ മനുഷ്യൻ നാളെ തന്നെ എല്ലാം ഫുൾ ന്യൂക്ലിയർ വാർസ് ആയിട്ട്, ന്യൂക്ലിയർ ബോംബ്സ് ആയിട്ട്
മനുഷ്യൻ നശിക്കുമായിരിക്കാം, വി കാൺ സേ ദാറ്റ്. ബട്ട് ഇപ്പോഴത്തെ ലോകത്തിന്റെ പോക്ക് അനുസരിച്ച് ഐ തിങ്ക് ടെക്നോളജി വിൽ ഇൻക്രീസ് മച്ച് ഫർദർ, മച്ച് ഫർദർ. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്കൊരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ 25 വർഷത്തിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം, നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പോക്കാണെങ്കിൽ. ബിക്കോസ് വി ആർ മേക്കിംഗ് ഈ ഒരു 4 വർഷം, കോവിഡ് കഴിഞ്ഞപ്പോ 4 വർഷമായി. കോവിഡ് കഴിഞ്ഞ 4 വർഷത്തിൽ എന്തൊക്കെ മാറ്റം നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയി, എന്തൊക്കെ കാര്യങ്ങൾ പുരോഗമനം വന്നു. പുരോഗമനം മീൻസ് ടെക്നോളജിക്കലി, നമ്മളെ നാടിനല്ല, ടെക്നോളജിക്കലി എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് വന്നു, എന്തൊക്കെ കാര്യങ്ങൾ. നമ്മളെ ഫോൺ എടുത്തോ, നമ്മളെ കമ്പ്യൂട്ടർ എടുത്തോ, നമ്മളെ ക്യാമറ എടുത്തോ, നമ്മളെ ലൈറ്റ് എടുത്തോ, ഇതിനെല്ലാം എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് വന്നു നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഇതെല്ലാമാണ് ഞാൻ പറഞ്ഞത്. ഈ കാണുന്ന എല്ലാ സയൻസ് ഫിക്ഷൻസും ഒരു നാൾ സയൻസ് ആവാതിരിക്കാം. ബട്ട് ദ പോസിബിലിറ്റി ഈസ് ദേർ. അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് ദ പോയിന്റ്. ഓക്കെ, സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സപ്പോർട്ട് ചെയ്യുക, കമന്റ് ഇടുക. അതിപ്പോ നല്ലതായാലും ചെയ്തായാലും ഐ ആം റെഡി ടു ആൻസർ ഓൾ യുവർ ക്വസ്റ്റ്യൻസ്. കമന്റ് ഇടുക ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.